ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമേ ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. വരമായി ആത്മദാനമായി വരമായി ജീവശക്തിയായി ഈ പന്തക്കുസ്ത എനിക്ക് പുതിയ ഒരു അനുഭവമാവണം. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവിന്റെ അതേ അഭിഷേകം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദി. ഈ പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ചെയ്യേണ്ട ഒരു ഒന്നാമത്തെ കാര്യം, ചോദിച്ചു. പോട്ടാശ്രമത്തിൽ വന്നു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ചോദിച്ചു, കിട്ടിയില്ല, പോയി. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പാട്ടുകൾ കേൾക്കാൻ സമയം മാറ്റിവെക്കണം. ലോകം മുഴുവൻ ഈ ദിവസങ്ങളിൽ വലിയ ഒരു തിരുനാളിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. ഏത് തിരുനാളിലാണ് പറഞ്ഞേ? പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ലോകം മുഴുവൻ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? എങ്ങനെയാണ് ഒരുങ്ങുന്നത്? എങ്ങനെ ഒരുങ്ങുന്നേ? ഈ ദിവസങ്ങളിൽ അതിശക്തമായി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. മെയ് മാസം 19-ാം തീയതി പന്തക്കുസ്ത തിരുനാളാണ്. ആ തിരുനാളിന് വേണ്ടി ലോകം മുഴുവൻ ദൈവജനത പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി വ്യത്യസ്ത രീതികളിൽ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഈ പോട്ടാശ്രമത്തിലെ ദൈവജനം കൂട്ടായ്മയും ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമ ക്രൈസ്തവ ജനതയിൽ പന്തക്കുസ്ത ദിനത്തിൽ സംഭവിച്ച കാര്യം, അവരുടെ സ്വഭാവങ്ങൾ മാറി, അവരുടെ ജീവിതത്തിന്റെ ഗതി അടി മുതൽ മുടി വരെ മൊത്തം മാറി. അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകം നിറഞ്ഞു. ഇതേ അഭിഷേകം നമ്മിൽ എല്ലാവരിലും നിറയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പന്തക്കുസ്ത എനിക്ക് ഒരു പുതിയ അനുഭവമാവണം എന്നാഗ്രഹമുള്ളവര് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഈ പന്തക്കുസ്ത എനിക്ക് പുതിയ ഒരു അനുഭവമാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവം. എങ്ങനെ? പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവം. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഓരോ വ്യക്തിയെയും കുറിച്ച് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, സക്കറിയായിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു, എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു, അല്ലെ? സ്നാപക യോഹന്നാനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു, പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു, ജോസഫിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു. ഈശോ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു അനുഭവം. വലതും ഇടത് നിൽക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിറയട്ടെ. പറഞ്ഞു കൊടുത്തേ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഓൺലൈനിലൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇതൊരു ആശംസയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് എസക്കിയേലിന്റെ പ്രവചനത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളൊന്ന് വായിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ബൈബിൾ ഉള്ളവര് എടുത്തങ്ങോട്ട് വായിച്ചോ, നിന്നോണ്ട് തന്നെ വായിച്ചോ. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരെടുക്കാം. ബുക്ക് ഓഫ് എസക്കിയേൽ, എസക്കിയേലിന്റെ പ്രവചനം 47-ാം അധ്യായം 1 മുതലുള്ള വചനം. എസക്കിയേലിന്റെ പ്രവചനം 47-ാം അധ്യായം, ബുക്ക് ഓഫ് എസക്കിയേൽ ചാപ്റ്റർ 47 വേഴ്സ് 1 ഓൺവേഴ്സ്. അതിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: ദേവാലയത്തിൽ നിന്നും നീർച്ചാൽ. ദേവാലയത്തിൽ നിന്നും നീർച്ചാൽ. പറഞ്ഞേ, ദേവാലയത്തിൽ നിന്നും നീർച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം. വിശുദ്ധ ഗ്രന്ഥം ഇല്ലാത്തവര് ശ്രദ്ധിച്ച് കേട്ടോണം. പിന്നെ അവൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ, ദേവാലയ പൂമുഖത്തിന്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിന്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിന്റെ വലതുഭാഗത്ത് ബലിപീഠത്തിന്റെ തെക്കുവശത്ത്
അടിയിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ എന്നെ പടിപ്പുരയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്കുവശത്തുകൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോ എസെക്കിയേലിന്റെ പ്രവചനത്തിൽ ഒരു നദിയെ കുറിച്ച് പറയാണ്. ഈ നദിയുടെ പ്രത്യേകത എന്താ ഈ നദി? എന്താ ഈ നദി? പറഞ്ഞേ. പരിശുദ്ധാത്മാവാണ് ഈ നദി. പറഞ്ഞേ. പരിശുദ്ധാത്മാവാകുന്ന നദി. ഒച്ചത്തി പറഞ്ഞേ. പരിശുദ്ധാത്മാവാകുന്ന നദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നമ്മൾ എങ്ങനെയാ പാടുന്നത്? മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു നദി. എസെക്കിയേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോവാണ്. ഒന്ന് കയ്യടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നല്ല കയ്യടി കൊടുത്ത പോരാ, നല്ല വെടിക്കെട്ട് കയ്യടി. ഹല്ലേലൂയ. ഇപ്പൊ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലും ഈ പരിശുദ്ധാത്മാവിന്റെ അതേ അഭിഷേകം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദി. പ്രിയപ്പെട്ടവരെ, എസെക്കിയേലിന്റെ പ്രവചനത്തിലെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഈ നദിയിലൂടെ എന്നെ നടത്തണമേ. മുട്ടോളം പോര കർത്താവേ, നദിയിലൂടെ, ഈ പരിശുദ്ധാത്മാവുന്ന നദിയിലൂടെ എന്നെ നടത്തണമേ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. മുട്ടോളമല്ല കർത്താവേ, മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക. ചേർന്ന് പാടിക്കേ. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക. ഒരിക്കൽ കൂടെ ചേർന്ന് പാടിക്കേ. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക. എല്ലാവരും. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. നീന്തിയിട്ടല്ലാതെ ആമേൻ. കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് ആമേൻ. തുറക്കുനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. പഠിക്കേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കുനാഥ. പന്തക്കുസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക. പന്തക്കുസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥമായിട്ടിരുന്നേ. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളുടെ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കാൻ പോവാം കേട്ടോ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനം വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഒരു അല്പസമയം ഏകാഗ്രതയോടുകൂടി വചനം പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടെങ്കിൽ എടുക്കണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബൈബിളൊക്കെ എടുത്ത്, ഒരുപക്ഷെ മൊബൈൽ ഫോണിൽ ബൈബിളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ബൈബിളൊക്കെ എടുത്ത് വചനം പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പന്തക്കുസ്ത നാളിൽ അന്ന് ദൈവജനത്തിന്റെ മേൽ പെയ്തിറങ്ങിയ അതേ അനുഭവം
എസെക്കിയേലിന്റെ പ്രവചനത്തില് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആ നീരുറവ, ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വേണം ഇവിടെ ഇരിക്കാൻ. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എങ്ങനെ ഇരിക്കണമെന്നറിയോ? പരിശുദ്ധാത്മാവേ 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 എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇരിക്കാൻ. എന്ന് പറഞ്ഞേ. അത് കൃത്യമായിട്ട് പറയണം കേട്ടോ. ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ പലരും കടന്നു വന്നവരുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഇരിക്കുന്നവരെന്ത് ചെയ്യണം? മറ്റൊന്നും ചിന്തിക്കല്ല. ഒരല്പസമയത്തേക്ക് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ഉള്ളിൻ്റെ ഉള്ളില് ഈ പരിശുദ്ധാത്മാവിനോട് ദാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോട് സംസാരിക്കും. ഓരോരുത്തരോട് സംസാരിക്കും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ നിയോഗം, ഓരോ ഭാരം, ഓരോ ആഗ്രഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഞാൻ ഒരുങ്ങേണ്ടത്? ഈ പന്തക്കുസ്ത അനുഭവം, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ, പന്തക്കുസ്ത നാളിൽ കൊടുങ്കാറ്റായി തീമഴയായി പെയ്തിറങ്ങിയ അതേ അനുഭവം എനിക്കെങ്ങനെ ലഭിക്കും? നമ്മൾ അതിനു വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളിപ്പോഴും അത് പഠിക്കുമ്പോഴത്തേക്ക് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ചില സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി 1 2 3 4 അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എഴുതിയൊക്കെ എടുക്കാൻ പറ്റുന്നവരെ എഴുതിയൊക്കെ എടുത്ത് പഠിച്ചുകൊള്ളണം. ഹല്ലേലൂയ. 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 ഒന്നാമത്തെ കാര്യം, ഈ പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ചെയ്യേണ്ട ഒരു ഒന്നാമത്തെ കാര്യം, ലൂക്കാസ് വിശേഷം 11-ാം അധ്യായം 9-ാം വചനം വായിക്കണം. എന്നെടുത്തേ വായിച്ചേ. ലൂക്കാസ് വിശേഷം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 11. ലൂക്കാസ് വിശേഷം 11-ാം അധ്യായം 9-ാം വചനം വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. യെസ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഒന്നും കൂടെ വായിച്ചാലോ? വചനങ്ങൾ ഒന്നും കൂടെ വായിച്ചേ. ശ്രദ്ധിച്ചു വായിച്ച. പരിചയമുള്ള വചനാണ്, പക്ഷെ ഈ വിഷയം പഠിക്കുമ്പോൾ ഈ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ. 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 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ചോദിക്കുവിൻ. പറഞ്ഞേ. ചോദിച്ചാൽ എന്ത് കിട്ടും? ചോദിക്കുവിൻ, ചോദിച്ചാൽ കിട്ടും അല്ലേ? രണ്ടാമത്തെ എന്താ? അന്വേഷിക്കണം. 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 അന്വേഷിച്ചാൽ കണ്ടെത്തും. മൂന്നാമത്തത് മുട്ടണം. മുട്ടണം എങ്കിലേ തുറന്നു കിട്ടുകയുള്ളൂ. 3 കാര്യങ്ങൾ. ഒന്നാമത്തത് പറ. ചോദിക്കണം. ഒന്നാമത്തെ കാര്യം ചോദിക്കണം. ചോദിക്കണം. രണ്ടാമത്തെ കാര്യം അന്വേഷിക്കണം. മൂന്നാമത്തെ കാര്യം മുട്ടണം. ഒന്നും കൂടെ പറഞ്ഞ 3 കാര്യങ്ങൾ. 1 ചോദിക്കണം, 2 അന്വേഷിക്കണം, 3 മുട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി ചോദിക്കണം? എന്തിനു വേണ്ടി ചോദിക്കണം? എൻ്റെ അച്ഛാ, കാനഡയ്ക്ക് പോകാനുള്ള വിസയുടെ കാര്യത്തിന് വേണ്ടി ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ILTC പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. എന്തിനു വേണ്ടി ചോദിക്കണം? പറ. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 11-ാം അധ്യായം 13-ാം തിരുവചനം. ലൂക്ക് ചാപ്റ്റർ 11 വേഴ്സ് 13. 13-ാം വചനം എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചേ. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തിനു വേണ്ടി ചോദിക്കണം? പറയൂ, ഒച്ചത്തിൽ പറ. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം. എന്തിനു വേണ്ടി അന്വേഷിക്കണം? പറയ്.
എന്തിനു വേണ്ടി മുട്ടണം? പരിശുദ്ധാത്മാവിന് വേണ്ടി. അപ്പോ ഈ പന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ചോദിക്കണം, നമ്മൾ അന്വേഷിക്കണം, നമ്മൾ മുട്ടണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി. 11-ാം അധ്യായത്തില് 5 മുതലുള്ള വചനത്തിന്റെ ഹെഡിങ് എന്താണ്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. മലയാളത്തിലാണെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹെഡിങ്? വായിച്ചേ. പ്രാർത്ഥനയുടെ ശക്തി. അതാണ് ഹെഡിങ്. പ്രാർത്ഥനയുടെ ശക്തി. അപ്പൊ ഈ ശക്തി വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ്. ചോദിക്കണം. ചോദിക്കാതെ കിട്ടുവോ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അല്ലേ എന്ന് പറയുന്നത് പോലെ ചോദിക്കണം. അല്ലാതെ വെറുതെ പന്തക്കുസ്ത തിരുനാൾ വരുന്നുണ്ട്, ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ഇരുന്നാ പോരാ. ഇതിനു വേണ്ടി ചോദിക്കണം, ഇതിനു വേണ്ടി നമ്മൾ മുട്ടണം, അന്വേഷിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ചോദിക്കുവിൻ എന്നാണ്. എന്നാൽ നമ്മൾ ഇതിന്റെ ഗ്രീക്ക് വേർഡ് എടുത്ത് പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ഗോയിങ് ഓൺ ആസ്കിങ്. ചോദിക്കുക എന്നല്ല, ചോദിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞേ, ചോദിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞേ, മുട്ടിക്കൊണ്ടിരിക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചോദിച്ചു, പോട്ടാശ്രമത്തിൽ വന്നു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ചോദിച്ചു, കിട്ടിയില്ല, പോയി. അങ്ങനെയല്ല, ചോദിച്ചുകൊണ്ടിരിക്കണം അല്ലേ? അന്വേഷിച്ചുകൊണ്ടിരിക്കണം, മുട്ടിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയാ. കിട്ടുന്നത് വരെ, കിട്ടുന്നത് വരെ. എങ്ങനെ? കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. വലതും ഇടതും ഇരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ചോദിച്ചുകൊണ്ടേയിരിക്കണം. പറഞ്ഞുകൊടു. ഓൺലൈനിലൊക്കെ ഇരിക്കുന്നവർ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, ചോദിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരിയേറെ പ്രാർത്ഥനകൾ, ശുശ്രൂഷകളൊക്കെ ഓൺലൈനിലും മറ്റു മാധ്യമങ്ങളിലും കൂട്ടായ്മകളിലൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ ചെയ്യണ്ടേ? അങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഗീതങ്ങൾ ഈ ദിവസങ്ങളിൽ പാടണം. നമ്മളൊക്കെ ഒത്തിരി പാട്ടൊക്കെ പാടുന്നവരും കേൾക്കുന്നവരുമാണ്. സാധിക്കുന്നവരെന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പാട്ടുകൾ കേൾക്കാൻ സമയം മാറ്റിവെക്കണം. ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പാടിക്കൊണ്ടിരിക്കണം. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് പറയുന്ന കാര്യം, അദ്ദേഹം മാർപ്പാപ്പയായിരുന്നപ്പോൾ കത്തോലിക്ക സഭയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾക്ക് കുറവില്ല. എന്നാൽ അന്ന് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത് എങ്ങനെയെന്ന് ഒരിക്കൽ പത്രലേഖകൻ ചോദിച്ചപ്പോൾ ഈ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. 24 മണിക്കൂറും ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നാവിൻ തുമ്പിൽ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഏത് പ്രാർത്ഥന? പറഞ്ഞേ, ഒച്ചത്തി പറഞ്ഞേ. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. ഇതൊരു പ്രാർത്ഥനയാണ്. വളരെ സിമ്പിൾ പ്രാർത്ഥനയല്ലേ? ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥനാ പുസ്തകം ഒന്നും തപ്പിപ്പോകണ്ട, കണ്ണാടി ഒന്നും എടുക്കണ്ട. മറിച്ച് എപ്പോഴും പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. കം ഹോളി സ്പിരിറ്റ്. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവര്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവര്, ദൂരങ്ങളിലുള്ളവരുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് വരിക. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ഇടപെടാൻ തുടങ്ങും. വിശ്വാസമുള്ളവര് ഒച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ.
ഹല്ലേലൂയ. അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ, ഹല്ലേലൂയ. അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. ഹല്ലേലൂയ. അത് സംഭവിക്കും. അപ്പോൾ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം. കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ കിട്ടുന്ന സാധ്യതകളൊക്കെ ഉപയോഗിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ മൊത്തം 73 പുസ്തകങ്ങളുണ്ട് ബൈബിളിൽ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 1-ാം തിരുവചനം തൊട്ട് എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതിങ്ങനെ എഴുതപ്പെട്ട് വെളിപാട് പുസ്തകം വരെ ആവർത്തിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ കിട്ടുന്ന സമയങ്ങളിൽ വചനം വായിക്കുക, പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെയുള്ള വചനങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഗീതങ്ങൾ പാടണം. പ്രത്യേകിച്ച് 10-ാം തീയതി മുതൽ പന്തക്കുസ്തായ്ക്ക് വേണ്ടിയിട്ട് നൊവേന ആരംഭിക്കും. അപ്പൊ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ നൊവേന അത് കണ്ടെത്തിയത് വായിക്കണം, പ്രാർത്ഥിക്കണം, നിയോഗം വെച്ച് വീടുകളിൽ ചൊല്ലണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ കൂടെ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദിച്ചു പോകാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന പോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചോണ്ടിരിക്കണം, അന്വേഷിച്ചോണ്ടിരിക്കണം. ഒരു ദിവസം അവസാനിപ്പിക്കാനുള്ളതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ശക്തമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ആമേൻ, ആമേൻ യേശുനാഥാ, യേശുവേ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്താ നിത്യപിതാവേ. ചേർന്ന് ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്താ നിത്യപിതാവേ. ആമേൻ, 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 ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്താ നിത്യപിതാവേ. കൈകളടിച്ച് ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്താ നിത്യപിതാവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, ഈശോയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ഓ കർത്താവേ, ഇതാ ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് വിശ്വസിക്കുക. നിങ്ങളുടെ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ നിങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ശാപപീഡകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇതാ ഈശോ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് നൽകിയ ഒരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം ഓരോ വ്യക്തിയും സ്വീകരിക്കുക. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈശോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയോടും പറയുകയാണ്, നിന്നെ ഒരിക്കലും അനാഥയാക്കില്ല. നീ ഇന്ന് കടന്നു പോകുന്ന സകല അനുഭവങ്ങളിലും നിനക്ക് വേണ്ടി നിന്റെ ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്കുക. മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. യുഗാന്തം വരെ എന്നും നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും. ആയതിനാൽ ഒരു കാരണവശാലും നീ പരിഭ്രമിക്കരുത്. ഏതെങ്കിലും ഭയം നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ആ ഭയത്തെ ഇതാ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
സങ്കീർത്തന പുസ്തകം 37 അധ്യായം 8 തിരുവചനം. പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. നിന്റെ ഉള്ളിൽ പരിഭ്രമം, ഭയം കടന്നു വരുമ്പോൾ ഓർക്കണം, അത് നിന്നെ എന്നും തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. സുഭാഷിതം 29 അധ്യായം 25 തിരുവചനം. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നത് സുരക്ഷിതനത്രേ. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, അതൊരു കെണിയാണ്. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യെശയ്യായുടെ പ്രവചനം 43 അധ്യായം 1-2 തിരുവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ വചനത്തിന്റെ ശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് ദൈവമക്കൾ ദൈവസന്നിധിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനങ്ങളുടെ അത്ഭുത ശക്തി എൻ്റെ കുടുംബത്തിൽ സംഭവിക്കപ്പെടട്ടെ, എൻ്റെ ബന്ധങ്ങളിൽ സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, നാവ് തുറന്ന് ഹൃദയം തുറന്നെന്ന് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അനേകരുടെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. അനേക വ്യക്തികളുടെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയുന്നു. ഒരു പുതിയ ശക്തി കർത്താവ് ചൊരിയുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപ കൊണ്ട് നിറയപ്പെടുന്നു. ഒരു തിന്മയ്ക്ക് നിന്റെ മേൽ അവകാശമില്ല. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ,